രാവിലെ തന്നെ മാറ്റി ഒരുങ്ങി എങ്ങോട്ടാണ് പോണതെന്ന് തോന്നും. പ്രത്യേകിച്ച് എങ്ങോട്ടുമല്ല, മക്കളെ സ്കൂളിലേക്ക് ഒന്ന് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് ഒന്ന് സ്പെഷ്യലായിട്ട് വൈറ്റ് ഡ്രസ്സ് ഇട്ടു എന്ന് മാത്രം. ത്രിവർണ്ണ പതാകയിൽ ബാക്കിയുള്ള 2 കളേഴ്സും കൂടി വരുന്ന ഏകദേശം മാച്ച് ആവുന്ന 2 കളേഴ്സ്, അതൊക്കെയുള്ള ഒരു ബാംഗിളും കൂടി കൂട്ടത്തിലിട്ടു. അശോക ചക്രത്തിന്റെ കളർ കൂടി ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ സ്കൂളിലേക്ക് പോകാൻ വലിയ മൂഡൊന്നുമില്ല. പിന്നെ ഇങ്ങനത്തെ കുറച്ച് ഫ്ലാഗ്സും ആക്സസറീസും ഒക്കെ വാങ്ങിയതുകൊണ്ട് അതൊക്കെ ഒന്ന് ബാക്കിയുള്ള ഫ്രണ്ട്സിനെ കാണിക്കാനുള്ള ഒരു ഊറ്റത്തിന് പോവാണ് കേട്ടോ. പിന്നെ ആരെയും മുടിയൊന്നും ചെയ്യിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അവനോട് അതൊക്കെ ഒന്ന് സെറ്റാക്കി വരാൻ പറഞ്ഞു. അപ്പൊ ബാഗും തന്ന് അവനൊരു പോക്ക് പോയി. വീട്ടിലേക്ക് കുറച്ച് ബ്ലിങ്കിറ്റിൽ നിന്ന് സാധനം വാങ്ങിയപ്പോഴാണ് ഈ ഒരു ക്യാപ്പും കൂടി കണ്ടത്. അപ്പൊ അതങ്ങോട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അശോക ചക്രം മിഡിലല്ല, ഇതിനെന്തൊരു കുഴപ്പമുണ്ടെന്നാണ് പറയണത്. റെയിനുന് ക്യാപ്പ് ഇട്ട് കൊടുത്തപ്പോഴേക്കും ആര്യൻ എന്റെ ക്യാപ്പ് എടുത്തിട്ട് പോയി. ഇന്ന് വെറും ഈനു അല്ല, ഇന്ന് ആരാണ്? ഡോക്ടർ അംബേദ്കർ ഈനു. ഇന്ന് റെയ്നുവിന് ചെറിയൊരു പ്രോഗ്രാം ഉണ്ട്. ഡോക്ടർ അംബേദ്കർ ആയിട്ട് ഒന്ന് ഫാൻസി ഡ്രസ് ചെയ്ത് അവിടെ സ്റ്റേജിൽ പോയി നിൽക്കണം. അതുകൊണ്ടാണ് അവൻ ഇന്ന് ബ്രൗൺ യൂണിഫോം. പ്രോഗ്രാം ഒന്നും ഇല്ലാത്ത ആൾക്കാർ ഇതേപോലെ വൈറ്റ് യൂണിഫോം ഇട്ട് വേണം പോവാൻ. അതിന്റെ ഒരു ചെറിയ ദേഷ്യം ഉണ്ട് കേട്ടോ ആര്യന്. ഈ വൈറ്റ് യൂണിഫോമും ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് പോകുമ്പോൾ കുറച്ച് പാടാണല്ലോ. ഈ വെനസ്ഡേ യൂണിഫോം ട്രാക്കും ടീഷർട്ട് ആയതുകൊണ്ട് ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഏതായാലും സ്റ്റോറിയും സ്റ്റാറ്റസ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒരു ഫോട്ടോയും കൂടി അങ്ങോട്ട് എടുത്ത് ഞങ്ങൾ നേരെ സ്കൂളിലേക്ക് വിട്ടു കേട്ടോ. റെയ്നുവിന് പ്രോഗ്രാം ഉള്ളതുകൊണ്ട് തന്നെ 8 മണിയാകുമ്പോഴേക്കും സ്കൂളിൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരാൾ തൊപ്പിന്റെ മറവിൽ ഉറങ്ങുകയാണോ എന്നൊരു ഡൗട്ട് തോന്നിട്ട് ഞാൻ തൊപ്പി ഒന്ന് റെഡിയാക്കി കൊടുത്തതാണ് കേട്ടോ. പോണ വഴിയിൽ ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ ആയിട്ട് നല്ല ലഡു ഒക്കെ വിതരണം ഉണ്ടായിരുന്നു. മക്കൾ അതൊക്കെ നല്ല സന്തോഷത്തോടെ വാങ്ങിച്ചിട്ട് ഞങ്ങൾക്ക് തരികയാണ് ചെയ്തത്. അങ്ങനെ രാവിലെ തന്നെ നല്ല ഓറഞ്ച് ലഡു ഒക്കെ കഴിച്ച് വേഗം സ്കൂളിലെത്തി. സ്കൂളിൽ എല്ലാവരും എന്നെ പോലെ നല്ല വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് വന്നത് കേട്ടോ. പാരന്റ്സിനും അവിടെ ഇരുന്ന് പരിപാടികളൊക്കെ കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഞങ്ങൾ അവിടെ ഇരുന്നില്ല. നല്ല ഒടുക്കത്തെ ബ്ലോക്ക് ആയിരുന്നു കേട്ടോ. തിരിച്ചു പോകുമ്പോ നല്ല 1.5 ബ്ലോക്ക്. ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് ഓരോ വണ്ടികളും സ്വാതന്ത്ര്യം തേടി റിവേഴ്സ് എടുത്ത് പോവാണ് കേട്ടോ. ഞങ്ങളും പിന്നെ സ്വാതന്ത്ര്യം ഒട്ടും അങ്ങോട്ട് കുറച്ചില്ല. മക്കളൊന്നും ഇല്ലാണ്ട് സ്വാതന്ത്ര്യം കിട്ടിയതല്ലേ, ഞങ്ങളും ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് പതുക്കെ വീട്ടിൽ പോവാന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു വെജ് ഹോട്ടലിൽ കയറിയിട്ട് നല്ല ദോശയും സാമ്പാറൊക്കെ കഴിച്ചു. സുജി പൂരിയും ഭാജിയും കഴിച്ചു. തിരിച്ചു പോണ വഴിയിൽ ഓരോ ഷോപ്പിന് മുന്നിലും ഓരോ കൂട്ടം ആൾക്കാർ ഫ്ലാഗ് ഉയർത്തുന്ന കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്റെ കെട്ടിയവന്റെ ഡ്രൈവിംഗ് സ്കില്ലുണ്ട്, എനിക്ക് അതൊന്നും പ്രോപ്പറായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. തിരിച്ചൊരു 11 മണിയായപ്പോൾ മക്കളെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യാൻ വേണ്ടി പോയി. ഫ്ലാഗൊക്കെ നല്ല ഉയർന്ന് പറക്കണുണ്ടായിരുന്നു. റെയ്നു ഡോക്ടർ അംബേദ്കർ ആയതിന്റെ വിശേഷം പറയായിരുന്നു കേട്ടോ. അവന്റെ ആ ഫോട്ടോ ഞാൻ ഈ സൈഡിലൊന്നും കൊടുക്കാം, ആരും ചിരിക്കരുത്. അവൻ ഭയങ്കര സീരിയസ് ആയിട്ട് നിൽക്കുന്ന കാര്യം പറഞ്ഞിട്ട് ആരും അവനെ കളിയാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ശരി, അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.